നമ്മൾ തിയറി സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കസ്റ്റമറിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടത്, അതുപോലെ കളർ വീൽ എങ്ങനെ ചെയ്യാം, കളർ വീലിലെ കളേഴ്സ് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിയറി സെക്ഷനിൽ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു തീർന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ഇടയിലായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള വീഡിയോ ആണിത്. നമ്മൾ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പം ആവശ്യമായിട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സൊക്കെ ചെയ്യുമ്പം അതിനിടയിൽ ഞാനത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസ് അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ടേബിളിൽ മൊത്തം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ നമുക്കതിൽ എംബ്രോയ്ഡറി വരും, പാറ്റേൺ മേക്കിംഗ് വരും, പെയിൻറ്റിങ് വരും, ഇല്യൂസ്ട്രേഷൻ വരും, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ വരും. അങ്ങനെ ഒരുപാട് 6 സബ്ജക്റ്റാണ് ടോട്ടലി ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പം നമുക്ക് വരുന്നത്. മെയിൻലി വരുന്നത് പാറ്റേൺ മേക്കിംഗ്, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, സർഫേസ് ഓർണമെൻറ്റേഷൻ, അതായത് നമ്മളെ എംബ്രോയ്ഡറി, അതുപോലെ പെയിൻറ്റിങ്, ഇല്യൂസ്ട്രേഷൻ, അതുപോലെ ഫാഷൻ തിയറി. ഇങ്ങനെ 6 സബ്ജക്റ്റാണ് നമുക്ക് ടോട്ടലി ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ മെയിനായിട്ടും വരുന്നത്. അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് കുറച്ച് വാങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് ഞാൻ ക്ലാസ്സിൽ പറയുന്നതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പാറ്റേൺ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത്. പാറ്റേൺ മേക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യൂ, ബേസിക്സ് മുതലുള്ള വീഡിയോ ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പാറ്റേൺ മേക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് പാറ്റേൺ പേപ്പറാണ്. അപ്പോൾ പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാറ്റേൺ പേപ്പർ. ഇത് അത്യാവശ്യം ലെങ്ത്ത് വന്നിട്ടുള്ള ഒന്നാണ്. നമ്മൾ നോർമൽ കാർബൺ പേപ്പർ ഉണ്ട്, നമ്മുടെ നോർമൽ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, ബ്രൗൺ പേപ്പറിൻ്റെ ലാമിനേഷൻ ചെയ്യാത്ത ഒന്നാണ് ഈ ഒരു പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് വേർട്ടിക്കലി വന്നിട്ട് ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പാറ്റേണിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗ്രെയിൻ ലൈൻസ് നമ്മുടെ പാറ്റേൺ പേപ്പറിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വേർട്ടിക്കലി വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഗ്രെയിൻ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രെയിൻ ലൈനിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പാറ്റേണും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതാണ് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു പേപ്പറിന് 20 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് പാറ്റേൺ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ വാങ്ങിക്കുക. അല്ല നിങ്ങൾക്ക് പഠിക്കാനാണ്, ജസ്റ്റ് ഒന്ന് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് പേപ്പർ യൂസ് ചെയ്താലും മതി കേട്ടോ. ചാർട്ട് പേപ്പർ ആകുമ്പോൾ നമുക്കത് ചെറുതാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് വേണ്ടി വരും അത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഈ ഒരു പേപ്പർ വാങ്ങിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വേണ്ടുന്നത് നമുക്ക് പെൻസിൽ വേണം. അത് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പെൻസിൽ വേണം. പിന്നെ അതുപോലെ ഒരു സ്കെയില് വേണം. അതുപോലെ നമ്മുടെ മെഷറിംഗ് ടാപ്പ് നമുക്കറിയാം, നമ്മൾ ഗാർമെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു മെഷറിംഗ് ടാപ്പ് എന്ന് പറയുന്നത്. 16 ഇഞ്ചസിൽ വരുന്ന മെഷറിംഗ് ടാപ്പാണിത്. നോർമലി 16 ഇഞ്ചസ് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത് വേണം നമുക്ക്, അതായത് പെൻസില്, സ്കെയില്, മെഷറിംഗ് ടാപ്പ്. ഇത് മൂന്നും നമുക്ക് പാറ്റേൺ ചെയ്യുമ്പം വേണം. അതുപോലെ തന്നെ നമുക്ക് 3 കളറിൽ വരുന്ന സ്കെച്ചസോ അല്ലെങ്കിൽ പെന്നോ ഏതായാലും കുഴപ്പമില്ല, അത് വേണം നമുക്ക്. കളർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ് വേണം, ഗ്രീൻ വേണം, ബ്ലാക്ക് വേണം. അപ്പോൾ റെഡും ഗ്രീനും നമ്മൾ ഇങ്ങനെ, ബ്ലാക്ക് നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രീന് നമ്മൾ അതിൻ്റെ ബോക്സ് നമ്മൾ വരയ്ക്കും. നമ്മൾ കാര്യങ്ങൾ ഏത് പാറ്റേൺ ആണിത്, അതുപോലെ അതിൻ്റെ സ്റ്റൈൽ നമ്പർ എന്താണ്, ഏത് പാർട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സ് വരയ്ക്കാനാണ് നമ്മൾ ഗ്രീൻ യൂസ് ചെയ്യാറുള്ളത്. റെഡ് നമുക്ക് സൈഡിൽ കട്ടിങ് വരുന്ന സൈഡിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ് റെഡ് കളറ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ പാറ്റേണിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പെൻസില്, സ്കെയില്, മെഷറിംഗ് ടാപ്പ്, അതുപോലെ ഈ 3 കളറ്. ഇത് നിങ്ങൾക്ക് പെന്ന് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കെച്ചസ് യൂസ് ചെയ്യാം. ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പെന്നാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ നമ്മൾ സിമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെച്ചസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ നമുക്ക് പാറ്റേൺ ചെയ്യുമ്പം ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഫ്രഞ്ച് കേവ് എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. നമുക്ക് നെക്ക് ലൈന് വരയ്ക്കുമ്പം അതുപോലെ ആം ഹോൾ വരയ്ക്കുമ്പോഴൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഫ്രഞ്ച് കേവ്. നമുക്ക് ഇപ്പം റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം ചിലപ്പോൾ നമുക്കത് ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കേവ് വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നെക്ക് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കേവ് വെച്ചിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കേവി ലൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക് കട്ട് ചെയ്ത് ആ ഒരു ഗാർമെൻറ്റ് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി വേണ്ടത് മെഷീനാണ്. മെഷീൻ ഞാനിപ്പം ഇവിടെ കാണിക്കുന്നില്ല, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എൻ്റെ മെഷീൻ ഏതാണെന്നുള്ളത്. ഇപ്പം നമുക്കിവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം മെഷീൻ ഏതാണെന്നുള്ളത്. അപ്പോൾ മെഷീൻ വേണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്, നമ്മൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇതിന് സീം റിപ്പർ എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഷാർപ്പായിട്ടുള്ള 2 സൈഡ് വരുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൂർച്ച വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തെറ്റിപ്പോയ ആ ഒരു ഭാഗം സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സീം റിപ്പർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചോക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്സ് പെൻസിൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ അതുപോലെ ഇപ്പം പെന്ന് വരുന്നുണ്ട്, നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോകുന്ന ടൈപ്പിലുള്ള പെന്നുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, ചോക്കാണെങ്കിൽ ചോക്ക്, അല്ല വാക്സ് പെൻസിൽസ് ആണെങ്കിൽ അങ്ങനെ, അല്ല ആ ഒരു പെന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ നോർമലി ചോക്കും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഈ ഒരു വാക്സ് പെൻസിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത്. അത് നമുക്ക് എന്തായാലും വേണമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഏത് ക്ലോത്തിലാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത് വേണം. അതുപോലെ നമുക്ക് വേണ്ടത് ഈ ഒരു സിസേഴ്സ് ഇത് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല, ക്ലോത്ത് മാത്രമേ ഞാൻ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാറുള്ളൂ. എനിക്ക് 2 സിസേഴ്സ് ഉണ്ട്. ഒന്ന് ഇത് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഒന്ന് ഒരു നോർമൽ സിസർ, ഇത് ഞാൻ പാറ്റേൺ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന ആ ഒരു സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിസറിൻ്റെ മൂർച്ച കുറയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്.
അപ്പോൾ ഒരിക്കലും നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന ആ ഒരു സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിന് നമ്മൾ വേറെ ചെറിയൊരു സിസർ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സിസേഴ്സാണിത്. പിന്നെ ഞാനിത് വാങ്ങിച്ചപ്പം ഇത് ഞാൻ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ 2 സിസേഴ്സ് എൻ്റെ അടുക്കുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ടൂള്, ഇത് നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പം ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ, ത്രെഡ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 40-45 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ കുറച്ച് കാലമായി ഇത് വാങ്ങിയിട്ട്. അപ്പം ഈ ഒരു സംഭവം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളിത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഗാർമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാറ്റേൺ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളതും അതുപോലെ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സർഫേസ് ഓർണമെൻറ്റേഷൻ, അതായത് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ ചെയ്ത് പഠിക്കാനാണ്, നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണിത്. പോപ്ലിൻ ക്ലോത്ത് എന്ന് നമ്മൾ പറയും. ഇതൊരു കോട്ടൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലോത്താണിത്. പോപ്ലിൻ ക്ലോത്ത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പുകളിൽ, ബട്ടൺ ഹൗസുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ വൈറ്റ് കളറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ വൈറ്റിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മുടെ മിസ്റ്റേക്സ് എന്താണ് നമ്മുടെ മിസ്റ്റേക്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പം ഈ ഒരു പോപ്ലിൻ ക്ലോത്ത് നമുക്ക് സർഫേസ് ഓർണമെൻറ്റേഷൻ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമാണ്. അതുപോലെ മെയിൻലി ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഹൂപ്സ് എന്ന് പറയുന്നത്, എംബ്രോയ്ഡറി ഹൂപ്സ്. ഇത് നമുക്ക് ഇതുപോലെ 2 റിംഗ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിംഗ് ഉണ്ട്, ഇങ്ങനെ 2 റിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചിലർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പല സൈസസ് ഉണ്ട്. നമുക്ക് 7 ഇഞ്ചസ്, അതുപോലെ 5 ഇഞ്ചസ്, 10 ഇഞ്ചസ് അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് സൈസസ് ഉണ്ട്. അപ്പം നിങ്ങളെ കയ്യിലില്ല, നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 8 ഇഞ്ചസ് ആ ഒരു മെഷർമെൻറ്റിൽ വരുന്ന ഹൂപ്സ് വാങ്ങിച്ചാൽ മതി. അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് വലിയ എംബ്രോയ്ഡറി ചെയ്യണം എന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് വരുന്ന ഹൂപ്പ് വാങ്ങിക്കാം. അല്ല നിങ്ങൾക്ക് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരു 8-9 ആ ഒരു ഇഞ്ചസിൽ വരുന്ന ഹൂപ്പ് വാങ്ങിക്കാം. എൻ്റെ കയ്യിൽ 2-3 റിങ് ഉണ്ട്, പല സൈസിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുത് എടുക്കും, അല്ല വലിയ ഡിസൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഹൂപ്പ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ ഹൂപ്പ് വാങ്ങിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി ബേക്കിങ്ങിനാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ ഡിസൈനേഴ്സും ഈ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് വേറെയുള്ള ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എംബ്രോയ്ഡറി നമ്മുടെ ഒരു ബുക്കിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സ്കെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിൽ, അതായത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ നമ്മൾ നോർമലി ബ്ലൂ കളറിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഒരു കാർബൺ പേപ്പർ നമുക്ക് വൈറ്റ് കളറിലും അതുപോലെ യെല്ലോ കളറിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് വൈറ്റ് ക്ലോത്തിലാണല്ലോ. അപ്പോൾ നിങ്ങൾ വൈറ്റ് കാർബൺ പേപ്പർ വാങ്ങരുത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കുമ്പം യെല്ലോ കാർബൺ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബ്ലൂ വാങ്ങിക്കരുത്. ബ്ലൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിൽ അതിൻ്റെ ആ ഒരു മഷി ആവാൻ ചാൻസ് ഉണ്ട്. യെല്ലോ കളർ ആകുമ്പം അത്ര പെട്ടെന്നൊന്നും മഷി ഇളകുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം യെല്ലോ കാർബൺ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡാണ്. എംബ്രോയ്ഡറി ത്രെഡ് എല്ലാവർക്കും അറിയാനുണ്ടാവും. ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ത്രെഡ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനാണ്, നിങ്ങൾക്ക് ഡ്രസ്സിലൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഈ ഒരു പോപ്ലിൻ ക്ലോത്തിൽ ചെയ്ത് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഡോളി അല്ലെങ്കിൽ റംഗോലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ബ്രാൻഡ് ഉണ്ട്, അത് വാങ്ങിക്കാം. കാരണം ആ ഒരു ബ്രാൻഡിന് മറ്റ് ബ്രാൻഡിനേക്കാണ് കുറച്ച് റേറ്റ് കുറവാണ്. നമുക്ക് 4 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ.
അതല്ലാതെ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ത്രെഡ് ഉണ്ട്, അത് വാങ്ങിക്കാം. ഈ ഒരു ഡോളി റംഗോലിയും ത്രെഡ് കളർ ഫെയ്ഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിലൊന്നും ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യരുത്, ഈ ഒരു ബ്രാൻഡിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യരുത്. നമ്മൾ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഫിനിഷിങ്ങും ഉണ്ടാകും, ഒരു ഷൈനിങ് വരും, അതുപോലെ കളർ ഫെയ്ഡ് ആവുന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്ത് പഠിക്കാനാണ്, നമുക്ക് ജസ്റ്റ് ചെയ്ത് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഡോളി അല്ലെങ്കിൽ റംഗോലി, ഇങ്ങനെ 2 ബ്രാൻഡുണ്ട്. ഇതിൻ്റെ ത്രെഡ് വാങ്ങിക്കുക. ഇതിൻ്റെ ത്രെഡിന് നമുക്ക് 4 രൂപയെ വരുന്നുള്ളൂ. നേരെ മറിച്ച് ആങ്കറിൻ്റെ ത്രെഡ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 രൂപയാണോ 8 രൂപയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, 10 രൂപയാണെന്ന് തോന്നുന്നു ആങ്കറിൻ്റെ ത്രെഡിന് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ബീഡ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഈ ഒരു ബീഡ്സ്, അതുപോലെ സീക്വൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സും സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബീഡ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ബീഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് നമുക്ക് വാങ്ങി വെക്കാം. അതൊന്നും നിങ്ങൾ ഇപ്പം വാങ്ങി വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ആരി വർക്കൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ആരി വർക്കിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ ബീഡ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് മസ്റ്റാണ്, കാരണം നമ്മളത് ഫസ്റ്റ് തന്നെ നമ്മൾ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹൂപ്പ്, പോപ്ലിൻ ക്ലോത്ത്, നമ്മുടെ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബേക്കിംഗ് പേപ്പർ, കാർബൺ പേപ്പർ, അതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഈ ഒരു ബീഡ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കണം എന്നില്ല. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ആരി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ നീഡിൽ എന്ന് പറയുന്നത്. ഇത് ഞാനിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതിൽ നിന്നാകുമ്പോൾ നമുക്ക് പല സൈസിലുള്ള നീഡിൽസ് നമുക്ക് കിട്ടും. ചെറിയത് മുതൽ വലിയ നീഡിൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന നീഡിലാണ് ഞാൻ നോർമലി വാങ്ങിക്കാറുള്ളത്. ഇത് നമുക്ക് ഒരുപാട് നീഡിലും ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിക്കുക. അല്ല നിങ്ങൾ ഒരു നീഡിലോ അല്ലെങ്കിൽ 2 നീഡിലോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചാലും മതി. നമുക്ക് ഈ ഒരു ത്രെഡ്, എംബ്രോയ്ഡറി ത്രെഡ് നമ്മൾ നോർമലി 3 to 4 സ്ട്രാൻഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊള്ളുന്ന രീതിയിലുള്ള നീഡിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ത്രെഡുകളാണ്. നമ്മുടെ സെറി ത്രെഡ്, അതുപോലെ ആരി ത്രെഡൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ആരി വർക്കൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ഇപ്പം തന്നെ ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് എല്ലാം കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്കും എനിക്കറിയാം നമുക്ക് ഒരുപാട് ക്യാഷ് ആവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ത്രെഡ് ഇപ്പോൾ വാങ്ങിക്കണം എന്നില്ല. ഇത് നമുക്ക് ആരി വർക്കൊക്കെ പഠിക്കുമ്പം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതാണ്, ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നേ ഉള്ളൂ. ഇതാണ് ആരി ത്രെഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഷൈനിങ്ങും വരുന്നുണ്ട്, എന്നാൽ നമുക്ക് ഒരു സ്റ്റിക്കി അല്ല, നമ്മുടെ നോർമൽ ത്രെഡിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇതാണ് സെറി ത്രെഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ആരി ത്രെഡിനേക്കാൾ നോക്കുമ്പം കുറച്ചുകൂടി എന്താ പറയുക, ഭയങ്കര ഒരു ബലത്തിൽ നിൽക്കുന്ന ഒരു ത്രെഡാണ് ഈ ഒരു സെറി ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആരി ത്രെഡും സെറി ത്രെഡും. പിന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ നമുക്ക് നോർമലി സിൽക്ക് ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ആരി വർക്ക് ചെയ്യാനും അല്ലാതെയും നമ്മൾ നോർമൽ സൂചിയിലൊക്കെ വെച്ചിട്ട് സിൽക്ക് ത്രെഡ് ഇട്ട് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിൽക്ക് ത്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരി നീഡിൽ വേണം. ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത് 0.45 mm നീഡിലാണ്. അതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമുള്ളത്. പിന്നെ എൻ്റെ കയ്യിലൊരു 6 mm 0.6 mm നീഡിലുണ്ട്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ നിബ്ബ് ഭയങ്കര ഭയങ്കര വണ്ണമായിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു നീഡിലാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്, 0.45 mm നീഡിൽ. അപ്പോൾ നിങ്ങളും വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 0.45 അല്ലെങ്കിൽ 0.4 mm ഒക്കെ നീഡിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർഫേസ് ഓർണമെൻറ്റേഷൻ അല്ലെങ്കിൽ എംബ്രോയ്ഡറിയിൽ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്ങിലോട്ട് പോകാം. പെയിൻറ്റിങ്ങിലോട്ട് പോകുമ്പം നമുക്ക് അവിടെയും നമുക്ക് ഈ ഒരു പോപ്ലിൻ ക്ലോത്ത് ആവശ്യമാണ്. പോപ്ലിൻ ക്ലോത്തിലാണ് നമ്മൾ ഫസ്റ്റ്
പെയിൻറ്റിങ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റുള്ള ക്ലോത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോപ്ലിൻ ക്ലോത്ത് വേണം. അതുപോലെ ഈ ഒരു ഹൂപ്പ് അത് നിങ്ങൾ എംബ്രോയിഡറിക്കും പെയിൻറ്റിങ്ങിനും ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു പോപ്ലിൻ ക്ലോത്ത് വേണം, ഒരു ഹൂപ്പ് വേണം, നമ്മൾ എംബ്രോയിഡറിയിൽ പറഞ്ഞതുപോലെ തന്നെ ബട്ടർ പേപ്പർ വേണം, അതുപോലെ കാർബൺ പേപ്പർ വേണം. ഇത് 4 നമുക്ക് കോമൺ ആയിട്ട് എംബ്രോയിഡറിയിലും വേണം, അതുപോലെ പെയിൻറ്റിങ്ങിലും വേണം. പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൽ എക്സ്ട്രാ വേണ്ടത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ്സ് വേണം. ആക്രിലിക് കളേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആക്രിലിക് കളേഴ്സ് വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിക്കുക കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ റെഡ് കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്ലാക്ക്, വൈറ്റ് ഇങ്ങനെ വരുന്ന കളേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സിലും നമുക്ക് ആ ഒരു കളർ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കളേഴ്സ് റെഡ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പാലറ്റാണ്, പെയിൻറ്റിങ് പാലറ്റ്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ് പാലറ്റാണ്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് പാലറ്റാണ്. അതാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. അപ്പം ഈ ഒരു പെയിൻറ്റിങ് പാലറ്റ് നമുക്ക് വേണം. നമുക്ക് കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഈ ഒരു പെയിൻറ്റിങ് പാലറ്റ് ആവശ്യമാണ്. പിന്നെ നമുക്ക് പല സൈസിൽ വരുന്ന ബ്രഷസ് വേണം. പല സൈസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടത് 000 വരുന്ന ബ്രഷ് വേണം. അത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനും ഒക്കെ നമുക്ക് മസ്റ്റായിട്ടും വേണ്ടുന്ന ഒന്നാണ് 000 വരുന്ന ഈ ഒരു കുഞ്ഞ് ബ്രഷ്. പിന്നെ നമുക്ക് 1 വരുന്നത്, അതുപോലെ പല സൈസിൽ വരുന്നത്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം. 1 വരുന്നത് വേണം, 000 വരുന്നത് വേണം. ഇത് രണ്ടും മസ്റ്റാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വാങ്ങിക്കാം. എൻ്റെ കയ്യിലുള്ളത് പല സൈസിലുള്ള ബ്രഷ് ഉണ്ട്. പക്ഷെ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഒരു 000, അതുപോലെ 1, അതുപോലെ 4, പിന്നെ കുറച്ചുകൂടി നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 9 വരുന്ന ബ്രഷ് യൂസ് ചെയ്യും. അതുപോലെ 12 വരുന്ന ബ്രഷൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ടത് 000 വരുന്ന ബ്രഷും, അതുപോലെ 1 വരുന്നത്, അതുപോലെ ഒരു 5 വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ബ്രഷസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്ന് പറയുന്നത് ഈ ഒരു 2 കളറാണ്. ഈ ഒരു 2 കളർ ഇപ്പം നിങ്ങൾ വാങ്ങിക്കേണ്ട, കാരണം നമ്മളിത് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കാർലറ്റ് റെഡ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്കാർലറ്റ് റെഡ്, അതുപോലെ ഒക്കെ അറിയാമല്ലോ. ഈ ഒരു 2 കളേഴ്സും നമുക്ക് മ്യൂറൽ ആർട്ട് ചെയ്യുമ്പം വളരെ അത്യാവശ്യമായിട്ടുള്ള കളേഴ്സാണ്. അതുപോലെ നമുക്ക് സാപ്പ് ഗ്രീന്, അതുപോലെ അങ്ങനെയുള്ള കളേഴ്സൊക്കെ ആവശ്യമാണ്. അത് ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ നോർമലി വാങ്ങിക്കുന്ന കളേഴ്സ് വാങ്ങിക്കുക. കാരണം നമ്മൾ മ്യൂറൽ ആർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടൈം എടുക്കും. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണമല്ലോ മ്യൂറൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഏത് കളേഴ്സാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഇല്യൂസ്ട്രേഷൻ ചെയ്യുമ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇല്യൂസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് ഒരു ബുക്ക് വേണം, അതായത് നമ്മുടെ ഡ്രോയിങ് ബുക്ക് വേണം. അത് ഞാൻ നമ്മുടെ കളർ വീൽ ചെയ്ത ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 130 GSM വരുന്ന ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 130 GSM വരുന്ന ബുക്കുകൾ വാങ്ങിക്കുക, ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ ചെയ്ത് പഠിക്കാൻ നമുക്ക് A4 സൈസിൽ വരുന്ന ബുക്ക് മതി. ഞാൻ റെക്കോർഡിന് വേണ്ടിയിട്ടാണ് A3 സൈസിൽ വരുന്ന ബുക്ക് വാങ്ങിച്ചത്. ഞാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് A4 സൈസിൽ വരുന്ന ബുക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 130 GSM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയിൽ വരുന്ന പേജസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ കളർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പം അത് കീറി പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറിപ്പോവും. പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കീറിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 130 GSMൻ്റെ ബുക്ക് വാങ്ങിക്കുക എന്ന് ഞാൻ പറയുന്നത്. പിന്നെ അതിനും നമുക്ക് ഈ ഒരു ബ്രഷ് ആവശ്യമാണ്. അപ്പോൾ ബ്രഷുകൾ നമുക്ക് പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കുക. ബ്രഷ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൽ ആവശ്യമായിട്ടുള്ള ഈ ഒരു പെയിൻറ്റിങ് പാലറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനും നമ്മുടെ ഇല്യൂസ്ട്രേഷനും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊരു പെയിൻറ്റിങ് പാലറ്റ് വേണം. പിന്നെ നമുക്ക് ഇല്യൂസ്ട്രേഷന് നമ്മൾ ചെയ്യുന്നത്
പല മീഡിയം വെച്ചിട്ട് നമ്മൾ ചെയ്യും. വാട്ടർ കളർ വെച്ചിട്ട് ചെയ്യും, അതുപോലെ പെൻസിൽ കളേഴ്സ് വെച്ചിട്ട് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 24 കളേഴ്സ് വരുന്ന പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മെയിൻലി വേണ്ടുന്ന കളർ എന്ന് പറയുന്നത് ബേൺ സിയന്ന, ബേൺ സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർ ആവശ്യമാണ്. അതുപോലെ നമുക്ക് യെല്ലോ ഒക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും ആവശ്യമാണ്. ഈ ഒരു കളർ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം. കാരണം നമ്മൾ ഇല്യൂസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രോക്കയിൽ, അതായത് നമ്മൾ ഇല്യൂസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫിഗർ വരക്കുമല്ലോ, ആ ഒരു ഫിഗറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കളറാണ് ഈ ഒരു ബേൺ സിയന്നയും യെല്ലോ ഒക്കറും. ഈ ഒരു 2 കളറും മസ്റ്റാണ്. ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് ചെയ്യുന്ന ഗാർമെൻറ്റിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതുപോലെ 24 കളർ വരുന്നതൊന്നും വാങ്ങിക്കണമെന്നില്ല. നമുക്ക് 6 ഷെയ്ഡ്സ് വരുന്നത് ഉണ്ട്, അതുപോലെ 12 ഷെയ്ഡ്സ് വരുന്നൊക്കെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിക്കുക. ഈ ഒരു 2 കളർ നമുക്ക് മസ്റ്റാണ്. സോറി, അത് താഴെ വീണു. ഈ ഒരു 2 കളർ നമുക്ക് മസ്റ്റാണ്, ബേൺ സിയന്നയും അതുപോലെ ഒക്കറിയല്ലോ. ഈ ഒരു 2 കളറും മസ്റ്റാണ്. ബാക്കിയൊക്കെ നമുക്ക് ഡ്രസ്സസൊക്കെ ചെയ്യുമ്പം ആവശ്യമായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് അതിൽ കോമൺ ആയിട്ട് വേണ്ടത് നമ്മുടെ സ്കെയിൽ വേണം, പെൻസിൽ വേണം, ഒരു റൈസർ വേണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് മീഡിയം ആയിട്ട് പെൻസിൽ കളേഴ്സും യൂസ് ചെയ്യാം. ഞാൻ ഡോംസിൻ്റെ പെൻസിൽ കളേഴ്സാണ് വാങ്ങിയിരുന്നത്. അത് എൻ്റെ കയ്യിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഷാർപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൗദിയിൽ പോയപ്പം അവിടുന്ന് ഞാനൊരു കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതാണ് യൂസ് ചെയ്തിരുന്നത്. അതും അത്യാവശ്യം നല്ല ഒരു കളർ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള കളറ്. സ്കൈ ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കളറാണ്. ഇതിൽ 36 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല കളർ തന്നെയാണ്. അപ്പോൾ പിന്നീട് ഞാൻ നാട്ടിൽ വന്നപ്പം ഡോംസ് വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല, കാരണം ഇതും അത്യാവശ്യം നല്ല കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇല്യൂസ്ട്രേഷൻ ചെയ്യുമ്പം വാട്ടർ കളറും അതുപോലെ പെൻസിൽ കളേഴ്സുമാണ്. ഞാൻ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കളർ യൂസ് ചെയ്യും, അതുപോലെ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ കളറും യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇല്യൂസ്ട്രേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഓരോ വീഡിയോസിലും, ഇല്യൂസ്ട്രേഷൻ്റെ വീഡിയോസിലും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ള മെഷീന്. ഇത് സിംഗറിൻ്റെ 8280 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമ്മൾ ഫാഷൻ മേക്കർ അല്ലെങ്കിൽ ടേബിൾ ടോപ്പർ എന്നൊക്കെ നമുക്ക് പറയുന്ന ആ ഒരു മെഷീനാണിത്. അപ്പോൾ ഇത് ഞാനൊരു 4 ഇയേഴ്സൊക്കെ ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ പഠിച്ചത് തന്നെ ഈ ഒരു മെഷീൻ വെച്ചിട്ടതാണ്. ഇനി ഇൻഷാ അള്ളാ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് മെഷീനൊക്കെ മാറ്റി പുതിയത് വാങ്ങണം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന മെഷീന് ഇതാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെഷീൻ തന്നെയാണ്. നമുക്ക് എംബ്രോയ്ഡറി, ചെറിയ രീതിയിലുള്ള എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിലും ഒരു ബിഗിനർക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലുള്ള എംബ്രോയ്ഡറി ഒക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മെഷീനും യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഫുഡ്സ് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 4 ഫുഡ്സാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ കൂടെ ഈ ഒരു 4 ഫുഡാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് അഴിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ അഴിച്ച് കാണിച്ചു തന്നല്ലോ, അവിടെ നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫുഡ്. ഇത് നമുക്ക് ഇൻവിസിബിൾ സിബൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫുഡ്. ഇത് നമുക്ക് നമ്മൾ താഴ്ഭാഗമൊക്കെ നമ്മൾ അംബ്രല സ്കേർട്ടിലൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുന്നതിന് പകരം നമ്മൾ ഇന്നർ ലോക്ക് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫുഡാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ഫുഡാണ് എനിക്കതിൻ്റെ ഈ ഒരു മെഷീൻ വാങ്ങിയപ്പം ഇതിൻ്റെ കൂടെ കിട്ടിയത്. അപ്പം ഇത്രയേ ഉള്ളൂ മെഷീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് വാങ്ങിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് എംബ്രോയ്ഡറി ത്രെഡ്, അതുപോലെ ഇല്യൂസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക്, ഡ്രോയിങ് ബുക്ക്, എംബ്രോയ്ഡറി ഹൂപ്പ്, പോപ്ലിൻ ക്ലോത്ത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുമ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി
നിങ്ങൾ സ്വയം ചെയ്തെടുക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻസും മാത്രമാണ് നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ കമൻറ്റ് ഇടുമ്പോഴും നമ്മുടെ വീഡിയോ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ വീഡിയോ എപ്പോഴും കണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യൂ, അങ്ങനെ ആകുമ്പം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതിനെ പറ്റിയിട്ട് ആലോചിച്ചു. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴല്ല, കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാനൽ മാനേജ് ചെയ്യുന്ന കാര്യം, അതുപോലെ എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്ന, കാരണം നമുക്കിപ്പോൾ എക്സാമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം അവരെ മാനേജ് ചെയ്യുന്ന കാര്യം, അതിൻ്റെ ഇടയിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ കൂടെ ആകുമ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന് അത്ര നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇൻഷാല്ല നമ്മൾ ഭാവിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സജഷൻ നമ്മൾ വെറുതെ ആക്കുന്നില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, നമ്മൾ റെഗുലർ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പാറ്റേൺ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ മേക്കിംഗ് ചെയ്യാൻ ഞാൻ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, നമുക്ക് പാറ്റേൺ പേപ്പർ ആവശ്യമാണ്, അതുപോലെ സ്കെയില്, പെൻസില്, നമ്മുടെ മെഷറിംഗ് ടാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ 3 കളേഴ്സ് സ്കെച്ചസ് ഞാൻ പറഞ്ഞല്ലോ, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ഈ 3 കളേഴ്സ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വെക്കുക. ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി പ്രാക്ടിക്കൽ സെക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.